കോഴിക്കോട് മാളികക്കടവിൽ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി വൈശാഖന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കസ്റ്റഡി കാലാവധി തീരും മുമ്പേ പ്രതിയെ കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കി. കേസിൽ വൈശാഖൻ മാത്രമാണ് പ്രതി. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് പെൺസുഹൃത്തിന് പ്രതി വൈശാഖൻ തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ വിളിച്ചു വരുത്തി ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ജ്യൂസിൽ ഉറക്കഗുളിക നൽകി കയറിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയത്. കടയിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടുകൂടിയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. വർഷങ്ങളായി പ്രണയം നടിച്ച് യുവതിയെ വലയിലാക്കിയ ഇയാൾ മറ്റൊരു സ്ത്രീയുമായി വഴിവിട്ട ബന്ധം ആരംഭിച്ചതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. യുവതിയെ നിരീക്ഷിക്കാൻ ഇയാൾ മൊബൈൽ ട്രാക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. കൂടാതെ യുവതിയുമായുള്ള ബന്ധം നിലനിർത്താൻ ആഭിചാരക്രിയകൾ നടത്തിയിരുന്നു. പ്രതി ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് പോലീസ് അറിയിച്ചു. ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത് മാത്രമല്ല, പ്രതിയുമായുള്ള ബന്ധത്തിലെ ഓരോ കാര്യങ്ങളും യുവതി കൃത്യമായി ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതും പോലീസിന് ലഭിച്ചത് അന്വേഷണത്തിൽ നിർണായകമായി. കൈരളി ന്യൂസ്, കോഴിക്കോട്.